കരുനാഗപ്പള്ളിയിലെ ലഹരി കടത്തു കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം. ഇജാസ് സജാദ്, ഷമീർ തൗസീം എന്നിവർക്കാണ് കരുനാഗപ്പള്ളി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഷാനോസ് ഡേവിഡാണ് ചേരുന്നത്. ഷാനോസ്, ഇത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ടാണോ? അതും ഏകദേശം 1.5 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അപ്പോഴും ഇത്ര വേഗം ജാമ്യം ലഭിച്ചത്? എന്താണ് അതിന്റെ നിയമവശം? കിരൺ, ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയാൽ സാധാരണഗതിയിൽ ഇത്ര വേഗത്തിൽ ജാമ്യം കിട്ടാവുന്നതാണ്. അതിനകത്തൊരു വലിയ അത്ഭുതമില്ല. 4 പേർക്കാണ് ഇത്, അതായത് ഇജാസ്, സജാദ്, ഷമീർ, തൗസീം എന്നീ 4 പേർക്കാണ് കരുനാഗപ്പള്ളി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. ഈ കേസ് ഏതാണ്ട് 1 കോടിയിൽ പരം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ ഞായറാഴ്ച പിടികൂടുന്നത്. ഇതിൽ ചില CPM നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് എന്ന തരത്തിൽ വന്ന വാർത്തകളാണ് ഈ വാർത്തയെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നായി നിലനിർത്തിയിരുന്നത്. കാരണം ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട CPM നേതാവായ ഷാനവാസിന്റെ വാഹനമാണ് ഇതിനു വേണ്ടി ഓടിയത്. ആ വാഹനമാണ് പിടികൂടിയതെന്ന വാർത്തയാണ് ഇതിനെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാക്കി നിലനിർത്തുന്നത്. എന്നാൽ ഷാനവാസ് വാഹനം ജയൻ എന്ന് പറയുന്ന ഇടുക്കി സ്വദേശിയായ ജയന് കരാറിന് കൊടുത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയും നമ്മുടെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ നേരിട്ട് പോയി തന്നെ അന്വേഷിച്ചിരുന്നു. അപ്പം ഈ പറയുന്ന ഷാനവാസിനടക്കം ഉള്ള ആളുകളുടെ പങ്ക് തെളിയിക്കാൻ പോലീസിന് കഴിയുന്നില്ല. അതായത് ഈ കരാറ് കൊടുത്ത വെണ്ടർ, അതുപോലെ തന്നെ ഇത് മുദ്രപത്രം എഴുതിയ ആള്, വക്കീല് എന്നിവരടക്കമുള്ള ആളുകളെ പോലീസ് മൊഴിയെടുത്തിരുന്നു. ആ മൊഴിയിലോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിലോ ഒന്നും തന്നെ ഈ ഷാനവാസിലേക്ക് എത്തുന്ന തരത്തിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രതികളിൽ മാത്രമായി കേസ് നിൽക്കുന്നത്. എന്നാൽ അതേസമയം ഈ ജയൻ എന്ന് പറയുന്ന ആളെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഉണ്ട്. കാരണം ഞായറാഴ്ച ഇന്ന് ഇത്ര ദിവസങ്ങൾ പിന്നിട്ടും ഈ പറയുന്ന വാഹനം കരാറിനെടുത്തിരുന്ന ജയനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വീഴ്ചയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും ഇന്നലെ വൈകുന്നേരമാണ് കരുനാഗപ്പള്ളി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ 4 പേർക്ക് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, CPM-ൽ ഭിന്നത രൂക്ഷമായ കുട്ടനാട്ടിൽ പ്രശ്നപരിഹാരത്തിനായി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ ഇന്ന് ഏരിയ കമ്മിറ്റി യോഗം ചേരും. ഇന്നലെ ഏരിയ നേതൃത്വത്തിനെതിരെയുള്ള അതൃപ്തി പ്രകടമാക്കി പുളിങ്കുന്ന് ലോക്കൽ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും രാജിക്കത്ത് നൽകിയിരുന്നു. രാജിക്കത്ത് നൽകിയവരിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവും ഉൾപ്പെടും. കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങൾ മുതൽ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനശൈലിക്കെതിരെ വിവിധ ലോക്കൽ കമ്മിറ്റികൾ പ്രതിഷേധത്തിലാണ്. തലവടി, എടത്വ, വെളിയനാട് തുടങ്ങിയ ലോക്കൽ കമ്മിറ്റികളും നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 1 മാസത്തിനിടെ നിരവധി പേരാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. പാലക്കാട് ധോണിയിൽ ഇന്ന് PT7-നൊപ്പം 2 ആനകൾ കൂടി ഇറങ്ങി. കഴിഞ്ഞ ദിവസവും ഇങ്ങനെ 2 ആനകൾ ഇറങ്ങിയിരുന്നു. നേരത്തെയൊക്കെ PT7 ഒറ്റയ്ക്ക് വന്നാണ് നാട് വിറപ്പിച്ചു പോയിരുന്നത്. എന്തായാലും ഇപ്പോൾ കാട്ടിൽ നിന്ന് 2 കൂട്ടുകാരെയും കൊണ്ടാണ് ഇപ്പോൾ PT7 നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ആ കൂട് ഒരുക്കുന്ന പണിയൊക്കെ എവിടം വരെ ആയി? അതോടൊപ്പം തന്നെ ഈ PT7-നെ പിടിക്കണമെങ്കിൽ ഇനിയിപ്പോൾ 2 ആനയും കൂടി പിടിക്കേണ്ട അവസ്ഥയല്ലേ? എന്താണ് തീരുമാനം? കിരൺ, വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക ദൗത്യ സംഘം ഇന്നലെയാണ് ധോണിയിൽ എത്തിയിട്ടുള്ളത്. അവർ കൂട് നിർമ്മാണത്തിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 3 ദിവസത്തിനകം തന്നെ കൂട് നിർമ്മാണം പൂർത്തിയാകും എന്നതാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി PT7-നോടൊപ്പം മറ്റ് 2 കാട്ടാനകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. PT7 കൂട്ടമായാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇത് മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് ദുഷ്കരമാക്കും എന്നത് വനം വകുപ്പ് പറയുന്നു. എന്തായാലും ഒരാഴ്ചക്കകം തന്നെ ആനയെ പിടികൂടാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ പറയുമ്പോഴും നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഇത്രയും ദിവസമായി ഈ മേഖലയിൽ PT7 നിരന്തരമായി ഇറങ്ങിയിട്ടും ആനയെ പിടികൂടാനുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് നാട്ടുകാർ പറയുന്നത്. ഇന്ന് രാവിലെയും ധോണി, മായാപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കാട്ടാനിറങ്ങുകയും അവിടെ കൃഷി വലിയ തോതിൽ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസാദ്, ഇപ്പോൾ ഇതിന്റെ കൂടെ 2 ആനകൾ കൂടിയില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ ഒരു PT7-നെ മാത്രം പിടിക്കാനുള്ള സംവിധാനമല്ലേ അവർ ഒരുക്കിയിട്ടുള്ളത്? നിലവിൽ PT7-നെ മാത്രം പിടിക്കാനുള്ള നടപടികളും അതിനുള്ള ഉത്തരവുമാണ് ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും PT7-നെ പിടികൂടാനുള്ള നടപടി തന്നെയായിരിക്കും ഉണ്ടാകുക. കൂട്ടമായി സഞ്ചരിച്ചെങ്കിൽ പോലും PT7-നെ പിടിക്കാൻ കഴിയുമെന്നതാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമായി ആന കൂട്ടമായി ഇറങ്ങുന്നതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി ആ പ്രദേശത്ത് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. ആളുകളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ്. രാത്രിയും പകലുമെല്ലാം പുറത്തിറങ്ങാൻ കഴിയാതെ, പ്രത്യേകിച്ച് കൃഷിസ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് പ്രദേശവാസികൾ പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ ആനയെ പിടികൂടണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാലക്കാട് ധോണിയിലെ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. വനം വകുപ്പ് ഇനിയും ആനയെ പിടികൂടാൻ സമയമെടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ജനങ്ങൾക്ക് അത്രയും ദിവസം എങ്ങനെ കടന്നുകൂടും എന്നുള്ള ആശങ്ക അത്രത്തോളം വലുതുമാണ്. വിവരങ്ങൾ നൽകിയത് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ്.
ശബരിമല തിരുവാഭരണ ഘോഷയാത്ര ഇന്ന്. മകരവിളക്കിന് ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് ഇന്ന് പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്ക് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇത് എങ്ങനെയാണ് ഇതിന്റെ ചടങ്ങുകൾ, എന്തെല്ലാമാണ് പ്രത്യേകതകൾ? കിരൺ, ഏതാണ്ട് പുലർച്ചെ 4 മണിയോടുകൂടി പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണം ഈ വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് മാറ്റിയിരുന്നു. അവിടെ ഇപ്പോൾ തിരുവാഭരണം തുറന്നു വെച്ച് ഭക്തർക്ക് ദർശനം നടത്തുന്നതിനുള്ള അവസരമാണുള്ളത്. ശ്രീകോവിലിനുള്ളിൽ തിരുവാഭരണം തുറന്നു വെക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അതായത് ശബരിമലയിലെ പോലെ അങ്ങനെ ഒരു ദർശനം തന്നെ, അയ്യപ്പന്റെ ദർശനം നടത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഭക്തരുടെ വലിയൊരു തിരക്ക്, വലിയ നീണ്ട ക്യൂ തന്നെ ഇവിടെ പുലർച്ചെ മുതൽ ഉണ്ട്. ഏതാണ്ട് ഒരു 12:30 വരെയെങ്കിലും ഈ ദർശനം ഉണ്ടാകും. അതിനുശേഷമാണ് തിരുവാഭരണ പെട്ടിയിലേക്ക് ഈ തിരുവാഭരണങ്ങൾ മാറ്റുക. എന്തായാലും 3 പെട്ടികളാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ തിരുവാഭരണ പെട്ടിയിൽ ആണ് തിരുമുഖം ഉൾപ്പെടെയുള്ളത്. രണ്ടാമത്തത് കളഭക്കുടത്തിൻ്റെതാണ്. മൂന്നാമത്തതിൽ കൊടി ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളും ഉണ്ടാകും. അങ്ങനെ കുളത്തിനാലിൽ ഗംഗാധര പിള്ളയുടെ നേതൃത്വത്തിലാണ് ഈ സംഘമുള്ളത്. അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം തന്നെ തുടക്കത്തിൽ തിരുവാഭരണം എടുക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇവിടെ നിന്ന് 1 മണിക്ക് പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര കൈപ്പുഴ, കുളനട, ഒപ്പം തന്നെ ഉള്ളന്നൂർ, ആറന്മുള വഴി ഇന്ന് അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലാണ് വിശ്രമിക്കുക. നാളെ ലാഹ സത്രത്തിൽ വിശ്രമിക്കും. മറ്റന്നാൾ പുലർച്ചെ അവിടെ നിന്ന് യാത്ര തുടർന്ന് അഴുത കടന്ന് വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്ന് പമ്പയിലെത്തുന്നു. അവിടെ നിന്ന് ശരംകുത്തിയിലെത്തുന്ന തിരുവാഭരണത്തെ ദേവസ്വം ബോർഡ് സ്വീകരിക്കും. പിന്നീട് മകരവിളക്ക് ദർശനത്തിന് മുന്നോടിയായുള്ള ദീപാരാധനയാണ്. ആ ദീപാരാധനയ്ക്കാണ് വലിയ പ്രാധാന്യം. ആ ദീപാരാധനയിലാണ് അയ്യപ്പ വിഗ്രഹത്തിൽ ഈ തിരുവാഭരണങ്ങൾ, ഈ തങ്കം കൊണ്ടുള്ള തിരുവാഭരണങ്ങൾ ചാർത്തുക. ഈ എത്തുന്ന തിരുവാഭരണങ്ങളിൽ ഒന്ന് കലശ ഉൾപ്പെടെയുള്ള പെട്ടിയുള്ളവ മാളികപ്പുറത്തേക്കാണ് പോവുക. തിരുവാഭരണ പേടകമാണ് 18-ാം പടി ചവിട്ടി ഈ ശബരിമലയിലേക്ക് എത്തുക. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഏതാണ്ട് 1 മണിയോടുകൂടി, കൃത്യം 1 മണിയോടുകൂടി ഈ തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടും. കിരൺ, ശരി. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ അരവണ വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് അരവണയിൽ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഏലക്കയിൽ മാരകമായ കീടനാശിനികളുടെ അളവുണ്ട് എന്നുള്ളത് കേന്ദ്ര ലാബിലും സംസ്ഥാന ലാബിലും എല്ലാം കണ്ടെത്തിയതിനെ തുടർന്നാണ് അത് വിതരണം ചെയ്യേണ്ട എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. അതനുസരിച്ചാണ് അത് മാറ്റിയത്. അതിന് പകരമായി ഏലക്ക ചേർക്കാതെയുള്ള പുതിയ അരവണ നിർമ്മാണം വളരെ വേഗത്തിൽ തന്നെ ദേവസ്വം ബോർഡ് പുനരാരംഭിച്ച് തുടങ്ങി. ഇന്ന് രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ വിതരണം തുടങ്ങിയിട്ടുണ്ട്. വലിയ തിരക്കാണ് ഇപ്പോൾ ഈ കൗണ്ടറിന് മുന്നിൽ അനുഭവപ്പെടുന്നത്. ആളുകൾക്ക് ഇങ്ങനെ ഒരു ഇനിയും നിർത്തുമോ എന്നുള്ള ആശങ്കയൊക്കെ കൂടി ഉള്ളതുകൊണ്ടാവും ഇത്രത്തോളം തിരക്ക് ഉണ്ടാവുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അത് പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മകരവിളക്ക് കാണാൻ വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തരാണ് ശബരിമലയിൽ തമ്പടിച്ചിട്ടുള്ളത്. ശബരിമല മകരവിളക്കായി കഴിഞ്ഞാൽ മകരവിളക്കിന് 1-2 ദിവസം മുമ്പ് വരുന്ന പല ഭക്തരും തിരിച്ചു മലയിറങ്ങാറില്ല. അവർ സന്നിധാനത്ത് തന്നെ അവിടെ വിരിപ്പ് വെച്ച് അവിടെ തന്നെ കഴിയും. അത് മകരവിളക്കും കണ്ട ശേഷമേ ഇറങ്ങും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഓരോ ദിവസത്തെയും രജിസ്ട്രേഷൻ 1 ലക്ഷമാണെങ്കിൽ അത് അത്രയും പേരായിരിക്കില്ല അത് മുകളിലുണ്ടാവുക. അതോടൊപ്പം തന്നെ മുകളിലെ സുരക്ഷിതമായ സ്ഥാനങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ്. എല്ലാ സ്ഥലത്തു നിന്നും കൃത്യമായും കാണാൻ കഴിയില്ല. അപ്പോൾ ചില കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന്, കെട്ടിടങ്ങളുടെ സൈഡിൽ നിന്ന്, ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് അവിടെയൊക്കെ നിന്നാലാണ് മനോഹരമായി കാണാൻ കഴിയുക. അത്തരം സ്ഥലങ്ങളിൽ വളരെ നേരത്തെ തന്നെ ആളുകൾ വിരിയൊക്കെ വെച്ച് സ്ഥലം പിടിച്ച് വെച്ചിരിക്കും. പക്ഷേ അവസാന നിമിഷമാകുമ്പോൾ സ്ഥലം പിടിച്ചു വെച്ചാൽ അവിടെ നിൽക്കാൻ കഴിയുമോ എന്നൊക്കെ ഉള്ളത് മറ്റൊരു കാര്യം. അത്രയും ആൾത്തിരക്കാണ് ഉണ്ടാവുക. എന്തായാലും ശബരിമലയിലെ വിശേഷങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയൊന്നും വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിലും ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അരവണ വിതരണം നിർത്തിവെച്ചത് വലിയ പ്രതിസന്ധിക്കായിരുന്നു ഇന്നലെ വൈകുന്നേരം വഴിവെച്ചത്. ഒരുപാട് ഭക്തരാണ് ഈ അരവണ കിട്ടാത്തതിനെ തുടർന്ന് ഇവിടെ കൗണ്ടറുകൾക്ക് മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം അത് ഇന്നലെ വൈകിട്ട് മുതൽ ഇവിടെ കാണാൻ കഴിയുമായിരുന്നു. ഈ ഏലക്കയുടെ ഉപയോഗം ഇല്ലാത്ത തരത്തിൽ പുതിയ അരവണ വിതരണം ചെയ്യണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഏതാണ്ട് രാത്രി 12 മണിയോടെയാണ് പ്ലാന്റുകളിൽ
പുതിയ അരമണയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഒരു ദിവസം 290 കൂട്ടുകൾ ആണ് ഇവിടെ നിർമ്മിക്കാൻ കഴിയുക. ഒരു കൂട്ടുകൊണ്ട് ഏതാണ്ട് 963 ക്യാനുകൾ. അങ്ങനെ ഏതാണ്ട് ഒരു ദിവസം 2,70,000-ലേറെ ക്യാനുകളിലാണ് അരമണ ഇവിടെ നിർമ്മിച്ച് അത് തീർത്ഥാടകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിട്ട സാഹചര്യത്തിൽ പുലർച്ചെ 3:30 വീണ്ടും അരമണ വിതരണം പുനരാരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് അരമണ കൗണ്ടറുകളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഉദ്യോഗസ്ഥർക്ക് ഒരുപക്ഷെ ഈ ഭക്തരെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ തിക്കും തിരക്കും അത് പുലർച്ചെ മുതൽ ഇവിടെ ദൃശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാരെയും മറ്റ് ദ്രുതകർമ്മ സേനാംഗങ്ങളെയും ഇവിടെ ഭക്തരെ നിയന്ത്രിച്ച് അവർക്ക് അരമണ വാങ്ങിക്കൊണ്ട് മടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. മകരവിളക്ക് ദർശനത്തിന് 2 ദിനം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ഭക്തരുടെ ഒരു വലിയ തള്ളിക്കയറ്റം പർണശാലകൾ കൂട്ടിക്കൊണ്ട് ഈ സന്നിധാനത്തും പൊന്നമ്പലമേടിന്റെ സമീപത്തുള്ള മറ്റ് പ്രദേശങ്ങളിലും, അതായത് പാണ്ഡിത്താവളം ഉൾപ്പെടെയുള്ള മറ്റ് പ്രദേശങ്ങളിലും പർണശാലകൾ കെട്ടുന്ന നടപടികൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കർശനമായ നിരീക്ഷണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. പർണശാലകളിൽ അടുപ്പ് കൂട്ടാൻ പാടില്ല എന്ന നിർദ്ദേശം ദേവസ്വം ബോർഡ് തന്നെ തീർത്ഥാടകർക്ക് നൽകിയിട്ടുമുണ്ട്. അവർക്ക് അന്നദാന മണ്ഡപങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ദേവസ്വം ബോർഡ് ഉറപ്പാക്കിയിട്ടുണ്ട്. ഏതായാലും 2 ദിനം മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. മറ്റൊരു കൗതുകരമായ വാർത്തയിലേക്ക്. ദീർഘദൂര ഓട്ടക്കാരൻ ബാഹുലേയൻ ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലേക്ക്. പതിവ് തെറ്റിക്കാതെ ഓടിത്തന്നെയാണ് ബാഹുലേയൻ ഇത്തവണയും സന്നിധാനത്ത് എത്തുക. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര നടയിൽ നിന്നാണ് ഓട്ടം ആരംഭിച്ചത്. ഇത് 11ാം തവണയാണ് ബാഹുലേയൻ ശബരിമലയിലേക്ക് ഓടിയെത്തുന്നത്. മണ്ണന്തല മുക്കോല സ്വദേശി ബിനുവും ഇത്തവണ ഒപ്പമുണ്ട്. ശബരിമലയിൽ 2 ദിവസം കൊണ്ട് ഓടിയെത്താനാണ് ശ്രമം. തിരുവാഭരണ ഘോഷയാത്ര സമഗ്ര കവറേജ് ന്യൂസ് 18-ൽ. ശമ്പള വർധന ആവശ്യപ്പെട്ടുള്ള തൊഴിലാളി യൂണിയനുകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അടച്ചുപൂട്ടിയ ഏലൂർ VRL ലോജിസ്റ്റിക്സിൽ ഒത്തുതീർപ്പിന് വഴിതെളിയുകയാണ്. മാനേജ്മെന്റും തൊഴിലാളികളുമായി നാളെ ചർച്ച നടക്കും. ശമ്പള വർധനവിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് CITUവും INTUCയും മാനേജ്മെന്റിന് കത്തയച്ചിട്ടുണ്ട്. ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് CITU നേതാക്കളുടെ പിടിവാശി VRL ലോജിസ്റ്റിക്സ് ഏലൂരിലെ വെയർഹൌസ് അടച്ചുപൂട്ടിയത് ന്യൂസ് 18 പുറത്തുവിട്ടത്. പിന്നാലെ സ്ഥലം MLA കൂടിയായ വ്യവസായ മന്ത്രി P രാജീവ് വിഷയത്തിൽ ഇടപെട്ടു. സെക്രട്ടറി തല ചർച്ചകൾ പൂർത്തിയാക്കി. കമ്പനി നിർദ്ദേശിക്കുന്ന ശമ്പളത്തിന് ജോലി ചെയ്യാമെന്ന് ചൂണ്ടിക്കാട്ടി CITU മാനേജ്മെന്റിന് കത്തയച്ചു. ഇതോടെയാണ് ചർച്ചയ്ക്ക് വഴിതെളിഞ്ഞത്. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ലേബർ ഓഫീസിലാണ് ചർച്ച. നമ്മളുടെ ഒരു സ്റ്റാൻഡ് കൊണ്ട് ഈ കേരളത്തിനകത്ത് ഏതെങ്കിലും ഒരു സ്ഥാപനം അടച്ചുകൂട്ടി പോകുന്ന സ്ഥിതി ഉണ്ടാകില്ല. CITU അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുക്കുന്നത്. ഇപ്പൊ ഞാൻ അവസാനം ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. മെയിൽ അയച്ചിരിക്കുന്നത് എന്താണോ മാനേജ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നത് അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതായത് പോസിറ്റീവായിട്ട് എന്താണോ മാനേജ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നത് ആ സജസ്റ്റ് ചെയ്യുന്നതായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുകൊണ്ട് അവർക്ക് മെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും റിപ്ലൈ ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇതല്ലാത്ത മറ്റ് കാരണങ്ങൾ ഇതിനുണ്ടാവും. ഇത് തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെച്ച് ഊരുകയാണ് അവർ ചെയ്യുന്നത്. മാനേജ്മെന്റ് നിശ്ചയിക്കുന്ന കയറ്റിറക്ക് കൂലിക്ക് ജോലി ചെയ്യാൻ സന്നദ്ധരാണെന്ന് ചൂണ്ടിക്കാട്ടി INTUCയും കമ്പനിക്ക് മെയിൽ അയച്ചു. സ്ഥാപനം തുറക്കണമെന്നാവശ്യപ്പെട്ട് INTUC പ്രക്ഷോഭവും ആരംഭിച്ചിരുന്നു. നല്ല രീതിയിൽ തൊഴിലാളികൾക്ക് നല്ലൊരു വേതനം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അത് താഴോട്ട് വന്ന് സെറ്റിൽ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് സ്ഥാപനം നിലനിൽക്കണം. 47-60 പേരെ കുടുംബാംഗങ്ങളെ നമുക്ക് സംരക്ഷിക്കേണ്ട ചുമതല യൂണിയനുകൾക്കുണ്ട്, തൊഴിലാളി ഭാഗത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ രീതിയിലും അതിന് ശ്രമിക്കും. 1 ടൺ കയറ്റിറക്കിന് 140 രൂപയായിരുന്നു നിലവിലെ നിരക്ക്. ചർച്ചകൾക്കൊടുവിൽ 20 രൂപ വർദ്ധിപ്പിച്ച് നൽകാമെന്ന് കമ്പനി സമ്മതിച്ചു. ആദ്യ റൗണ്ട് ചർച്ചകൾക്ക് ശേഷം INTUCയും ധാരണയിലെത്തി. എന്നാൽ 200 രൂപയിൽ കുറഞ്ഞ ഒത്തുതീർപ്പില്ലെന്ന് CITU നിലപാടെടുത്തതോടെയാണ് മാനേജ്മെന്റ് കമ്പനി അടച്ചുപൂട്ടിയത്. നേരിട്ടും അല്ലാതെയും കമ്പനിയിൽ ജോലി നോക്കിയ 150ഓളം തൊഴിലാളികളാണ് കമ്പനി പൂട്ടിയതോടെ വഴിയാധാരമായത്. ന്യൂസ് 18 കൊച്ചി.
വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഇപ്പോൾ കമ്പനി പൂട്ടാനുള്ള തീരുമാനം, അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇനി പഴയ തുക തന്നെ മതി, ഒട്ടും വർധന വേണ്ട എന്നുള്ളത് അറിയിച്ചുകൊണ്ട് ഏത് തീരുമാനമായാലും അംഗീകരിക്കാം എന്ന് പറഞ്ഞ് കത്ത് നൽകിയിരിക്കുന്നത്? ഈ നേരത്തെ CAT-ന്റെ നേതാവ് പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൂടി ഇതിന് ഉണ്ടോ? കമ്പനി പൂട്ടി, അക്ഷരാർത്ഥത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ കമ്പനി പൂട്ടി അവർ പ്രവർത്തനങ്ങൾ പാടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് തങ്ങൾ വഴങ്ങില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മന്ത്രി P. രാജീവിൻ്റെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടുകയും സെക്രട്ടറി തല ചർച്ചകൾ നടക്കുകയും ചെയ്തത്. എന്തായാലും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി നിരവധി ശാഖകളുള്ള ഒരു വ്യവസായ സ്ഥാപനം എന്ന രീതിയിൽ സർക്കാർ ഇത്തരം ഒരു ചർച്ചകൾക്ക് മുന്നോട്ട് വരുമ്പോൾ പൂർണ്ണമായും ഇവർക്ക് വിട്ടുനിൽക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയാണ് തൊഴിലാളി യൂണിയനുകൾക്ക് ഈ സംബന്ധിച്ച് ലേബർ ഓഫീസിൽ നിന്നുള്ള കത്ത് ലഭിച്ചിരിക്കുന്നത്. നാളെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ ചർച്ചകൾ നടക്കും. കമ്പനി പ്രതിനിധി ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്കും തങ്ങൾ തയ്യാറാണെന്ന് CAT-യും INTUC-യും വ്യക്തമാക്കി. INTUC നേരത്തെ തന്നെ ഇതിലേക്ക് വഴങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ട CAT നേതാവിൻ്റെ വാക്കുകളൊക്കെ തന്നെ അവർ ഏത് തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചാലും അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്നതാണ്. പക്ഷേ കമ്പനി ഇനി തിരിച്ച് ഈ വെയർഹൗസ് തുറക്കുമോ എന്ന കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട്. അതാണ് മറ്റെന്തെങ്കിലും കാരണങ്ങൾ, അതായത് ഈ സ്ഥാപന നടത്തിപ്പുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ, ഈ സ്ഥാപന നടത്തിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന വർദ്ധിച്ച ചെലവുകൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം ഒരുപക്ഷെ ഇത് പൂട്ടിയതെന്ന ഒരു സംശയമാണ് CAT മുമ്പോട്ട് വെക്കുന്നത്. എന്തായാലും നാളത്തെ ചർച്ചയിൽ ഇത് സംബന്ധിച്ച ഒരു കൃത്യമായ നിലപാട് അറിയാൻ കഴിയും. കിരൺ. ശരി, MS അനീഷ് കുമാറാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതും ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതും. മറ്റു വാർത്ത കൊല്ലത്ത് നിന്നാണ്. തല്ലിന് തിരിച്ചു തല്ലുമായി കൊല്ലം അഞ്ചാലമ്മൂട് പോലീസ്. കൊല്ലം അഞ്ചാലമ്മൂട് SI ജയശങ്കർ തല്ലുകൊണ്ട യുവാവിനെ കൊണ്ട് തിരിച്ചു തല്ലിച്ചെന്നാണ് പരാതി പരിഹരിക്കുന്നതിനായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയപ്പോഴായിരുന്നു SIയുടെ വിചിത്രമായ നടപടി. മർദ്ദനമേറ്റ തൃക്കരുവ സ്വദേശി സെബാസ്റ്റ്യൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഷാനോസ് ഡേവിഡാണ് ചേരുന്നത്. ഷാനോസ്, ഇതെന്താണ് ഈ സംഭവം? അപ്പോൾ അവനുമായിട്ട് കണ്ട് അങ്ങനെ ചെന്ന് ആ വിഷയമായിട്ട് സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് സംസാരം ഇച്ചിരി റോങ് ആയി, അവനുമായിട്ട് വിഷയമായി, അങ്ങോട്ടിട്ട് ഉന്തും തള്ളുമായി. അങ്ങനെ അതിൻ്റെ പേര് അവൻ തലേ ദിവസം ഇവിടെ അഞ്ചാലമ്മൂട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തായിരുന്നു. അങ്ങനെ എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ച് 11 മണിക്ക് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വന്ന് അങ്ങനെ രാവിലെ വന്ന് എന്നെ SI റൂമിലോട്ട് വിളിപ്പിച്ച്. അങ്ങനെ SI സാർ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് SI പറഞ്ഞ് നീ ഇവനെ അടിച്ചോന്ന് വെച്ചു. രാവിലെ ഞാൻ പറഞ്ഞ് അടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ അടുത്ത് പറഞ്ഞ് നീ തിരിച്ചടിക്കടാന്ന് പറഞ്ഞു SI. രാവിലെ ആദ്യമേ അടിച്ചില്ല. SI പറഞ്ഞിടാ ഞാൻ ഇടാ പറയുന്നത് നീ അടിക്കടാന്ന് പറഞ്ഞ് രാവിലെ കൊണ്ട് എൻ്റെ SIയുടെ റൂമിൽ വെച്ച് എന്നെ കണ്ണമ്പളൊക്കെ അടിപ്പിച്ചു. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നാണ്. പലപ്പോഴും കേരളത്തിലെ പോലീസുകാർ ഒന്നുകിൽ അവർ തല്ലും അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടിപ്പോൾ തല്ലിക്കുക എന്നുള്ള രീതി കൂടി തുടങ്ങിയിരിക്കുന്നു. ആരെങ്കിലും തല്ലാൻ അധികാരമുള്ളവരല്ല പോലീസായാലും മറ്റുള്ളവരായാലും. എന്തായാലും ഇതിൻ്റെ വിവരങ്ങളുമായി ഷാനോസ് ഡേവിഡ് ചേരുന്നുണ്ട്. ഷാനോസ്, എന്താണ് ഈ സംഭവം? കിരണ, ഇന്നലെയായിരുന്നു സംഭവം ഉണ്ടാവുന്നത്. അഞ്ചാലമ്മൂട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരാതി പരിഹരിക്കാനായി വിളിച്ചു വരുത്തിയ 2 പേരോടാണ് ഇങ്ങനെ SI വിചിത്രമായി പെരുമാറിയത്. SI ഇയാളുടെ പേര് ജയശങ്കർ എന്നാണ് ഇയാളുടെ പേര്. എന്തായാലും വലിയ തോതിൽ പോലീസിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതായത് അതിന്റെ വിശദാംശങ്ങളിൽ കടന്നു കഴിഞ്ഞാൽ ഈ പരാതിക്കാരായ 2 പേര്, ഒരാളുടെ പേര് രാഹുൽ, തല്ലിയാളുടെ പേര് രാഹുൽ ആണ്. തല്ല് കൊണ്ട ചെറുപ്പക്കാരന്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. സെബാസ്റ്റ്യന് 19 വയസ്സ് മാത്രമാണുള്ളത്. ഈ ഷാനോസിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തകരാറുകൾ ഉണ്ടോ എന്ന് തോന്നുന്നു. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നു. ഒരാൾ മറ്റൊരാളെ തല്ലി എന്ന പരാതിയുമായിട്ടാണ് ചെന്നത്. തല്ലിയവനെ വിളിച്ചു വരുത്തി, തല്ല് കൊണ്ടവനെ കൊണ്ട് തല്ലിയവനെ തിരിച്ചൊരു തല്ല് കൊടുപ്പിക്കുക എന്നുള്ള നടപടിയാണ് പോലീസുകാർ ചെയ്തത്. എന്തായാലും ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.